ഗോൾഡിൽ നമുക്ക് ഒരു ട്രേഡ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതൊരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പാണ്. അതായത് ഒരു ട്രെൻഡ് ലൈൻ ഒരു 15 മിനിറ്റിൽ 5 മിനിറ്റിലുള്ള ട്രെൻഡ് ലൈനിൽ എക്സാക്ട്ലി ഒരുപാട് തവണ റിജക്റ്റ് ചെയ്ത ലെവലാണ്. അതുപോലെ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് മാർക്കറ്റ് നല്ല താഴേക്ക് വന്നിട്ട് എഗെയിൻ ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് അപ്സൈഡിലേക്ക് പോകണ മാതിരി കാണിച്ചു. ഒരു 15 മിനിറ്റ് ക്യാൻഡിൻ്റെ ഹൈ എടുത്ത സമയത്ത് ഒന്ന് രണ്ട് ക്യാൻഡിൽ മുകളിൽ പോയ സമയത്താണ് ഞാൻ എൻട്രി എടുത്തത്. അത് 15 മിനിറ്റിലേക്ക് മാറ്റി നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് 15 മിനിറ്റിൻ്റെ ഹൈ എടുത്തു. അപ്പോൾ എല്ലാവരും ആ ഒരു ഏരിയയിൽ നിന്ന് ബുള്ളിഷ് ട്രേഡിനായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെറിയൊരു റിവേഴ്സലിന് പ്ലാൻ ചെയ്തിട്ട് ഇത് 2:17 ആയപ്പോഴാണ് ട്രേഡ് എടുത്തത്. 33.82 റേഞ്ചിലാണ് ട്രേഡ് വന്നത്. സ്റ്റോപ്പ് ലോസ് ചെറിയ 2.5 പോയിൻറ്റ്സ് ഉള്ളൂ. ടാർജറ്റ് നമുക്ക് ആ ഒരു സിംഗ് ലോ ഏരിയയിലേക്ക് വെക്കാം അവിടെ. അപ്പോൾ ഓൾറെഡി ആ ഒരു ട്രേഡിൽ നമുക്ക് 8,000 9,000 റേഞ്ചിൽ പ്രോഫിറ്റാണ്, സ്റ്റിൽ റണ്ണിങ് ആണ്. വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ടാർജറ്റ് 33. ഈ ഒരു സിംഗ് ലോ ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ആ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിലെ ലോ ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 50 മിനിറ്റ്സ് ഐ ഡി സി ടാപ്പ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യും. ഇവിടെ രണ്ട് ഏരിയയിൽ ഏതാണോ മാർക്കറ്റ് ആദ്യം ടാപ്പ് ചെയ്തിട്ട് അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് എക്സിറ്റ് ചെയ്യേണ്ട, അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ക്യാൻഡലിൻ്റെ അതനുസരിച്ച് എക്സിറ്റ് ചെയ്യും. അതല്ല നേരെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ എസ് എൽ അടിക്കുമ്പോൾ കോസ്റ്റിലേക്ക് വെക്കണമെങ്കിൽ നമുക്കൊരു 12,000 ഒക്കെ പ്രോഫിറ്റ് എത്തുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. ഒരു 1:3 റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ 12,000 അല്ല 13,000 ഒക്കെ റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്കൊരു കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 3:08 ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 15,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിലിംഗ് എസ് എൽ കൊടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ട്രേഡിന് മേലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ലോസ് വരില്ല. കോസ്റ്റ് പ്രൈസിലാണ് സ്റ്റോപ്പ് ലോസ് കൊടുത്തത്. ഇനി അതല്ല താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് സിംഗിൾ ലോ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് പോയി ബുക്ക് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്തിട്ട് അടുത്ത പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ചെയ്യാം. ചിലപ്പോൾ ഷാർപ്പ് വീണ്ടും നല്ല ഫാള് വരികയാണെങ്കിൽ ഓരോ ക്യാൻഡിലും ഹൈ ഏരിയയിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഈ ട്രേഡ് എടുത്തതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു നേരത്തെ. അതൊരു പ്രൈസ് ആക്ഷൻ ട്രാപ്പാണ്. ട്രെൻഡ് ലൈൻ ഏരിയയിൽ നിന്ന് ഒരു 4-5 തവണ ട്രെൻഡ് ലൈൻ എക്സാക്ട്ലി മാർക്കറ്റ് മുകളിലേക്ക് പോയ മാർക്കറ്റാണ്. താഴേക്ക് എടുക്കാനുള്ള രണ്ട് ലോജിക്ക് ഉണ്ട്. ഒന്ന്, ഒരു ഡേ ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താണ്. അപ്പോൾ ഒരു ഡേ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു ലിക്വിഡിറ്റി അപ്സൈഡ് എടുത്തുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് വന്നിട്ടായിരിക്കും മുകളിലേക്ക് പോകുക എന്നുള്ള വ്യൂ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ലോസ് വരില്ല. നമുക്ക് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 4:22 ആയിരുന്നു. നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് 2 മണിക്കൂർ റേഞ്ചിലായിട്ടുണ്ട്. 2 മണിക്കൂറിലധികം ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് 17,000 റേഞ്ചിൽ പ്രോഫിറ്റിലാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാൻ നോക്കട്ടെ. ആ ഒരു സിംഗിളോ എടുത്തിട്ടുണ്ട്. ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എടുത്തിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യപ്പോൾ പക്ഷേ നമ്മൾ ഡയറക്റ്റ് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെ നിന്ന് ഷാർപ്പ് ഫാൾ വരികയാണെങ്കിൽ ആ ഒരു ക്യാൻഡലിലൊക്കെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. കാരണം അവിടെ ഞാൻ പറഞ്ഞില്ലേ 15 മിനിറ്റ് ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് 15 മിനിറ്റിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ എടുത്തപ്പം ട്രേഡ് മുകളിലേക്ക് എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും ആ ഒരു 15 മിനിറ്റ് ക്യാൻഡലിൻ്റെ താഴെയാണ്. എക്സാക്ട്ലി ഇപ്പോൾ ആ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡലിൻ്റെ താഴെ ടാപ്പ് ചെയ്ത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് അധികം ട്രേഡിൽ നിൽക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു വലിയ റെഡ് ക്യാൻഡലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. പക്ഷേ പ്രോഫിറ്റ് കുറയും. ഒരു 10-12 ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇനി അഥവാ ക്യാൻഡിൽ താഴേക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഹൈ എടുക്കുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഇത് പ്യൂർലി ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പിൻ്റെ ഒരു ട്രേഡാണ്. അപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്കും നമുക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ് അവിടെ. പക്ഷേ അവിടെ ഉള്ളൊരു പ്രൈസ് ആക്ഷനൊക്കെ കിട്ടിയതിന് ശേഷം നോക്കാം. വെയിറ്റ് ചെയ്യാം. ഒന്നും കൂടി മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് പോകുകയാണ് എക്സിറ്റ്. ഇനി അതല്ല താഴേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞാൽ ഈ ഒരു സിംഗ് ലോ ഉണ്ടല്ലോ, ഒരു 50 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ, അതായത് ട്രെൻഡ് ലൈനിൽ നിന്ന് കറക്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നോർമൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്സൈഡിൽ എടുത്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയ ആയിരിക്കും അത്. കാരണം കറക്റ്റ് ട്രെൻഡ് ലൈനിൽ നിന്ന് ഒരു 15 മിനിറ്റ് കൺഫർമേഷൻ എടുത്ത് 15 മിനിറ്റ് ക്യാൻഡലിൽ ഹൈ കൊടുത്തിട്ട് മുകളിലേക്ക് എടുത്ത, അതായത് 33.80 നിന്നൊക്കെ ബുള്ളിഷ് ട്രേഡ് എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയ ആയിരിക്കും അത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും താഴേക്ക് തന്നെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം, നോക്കാം. സ്റ്റോപ്പ് ലോസ് ഏതായാലും മോഡിഫൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലാണ്. പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അഥവാ ഒരു ഷാർപ്പ് ഫാൾ വരികയാണെങ്കിൽ നമുക്ക് എന്താണ് നല്ല പ്രോഫിറ്റ്. ഇത് ട്രേഡ് പിന്നെ ക്യാപിറ്റൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് നമുക്ക് ഇപ്പോൾ 1,17,000 ഒക്കെ ഉണ്ട് ഇപ്പോൾ അല്ലേ.
അതെന്താ വെച്ചാൽ ഇന്നലെ നമുക്ക് 1,84,000 ഉണ്ടായിരുന്നു. ഞാൻ 80,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. 1,02,000 വെച്ചിട്ടാണ് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രേഡ്. കാരണം എന്താ വെച്ചാൽ ഞാനൊന്നുമില്ല, ഞാൻ പ്രോഫിറ്റ് വരുന്ന എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് ആ ഒരു 1,00,000 എമൗണ്ടൊക്കെ വെച്ചിട്ട് തന്നെയാണ് എപ്പോഴും ട്രേഡ് ചെയ്യുക. എക്സ് എൻ എസിൽ ട്രേഡ് ചെയ്യണമെന്ന് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ. ആ ഒരു പുതിയ യൂസേഴ്സിന് അലോ ചെയ്യുന്നില്ല എന്നുള്ളൂ എക്സ് വേറെ ഓൾറെഡി ഉള്ള യൂസേഴ്സിനൊന്നും ട്രേഡ് ചെയ്യാനൊരു കുഴപ്പമില്ല. നന്നായിട്ട് മാർക്കറ്റിൽ പ്രൈസ് ആക്ഷനൊക്കെ ട്രാപ്പോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഒക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന രീതിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന രീതി തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെപ്പോഴും മാർക്കറ്റിൽ ആളുകൾ എവിടെയാണ് കയറാൻ ചാൻസ് ഉള്ള ഏരിയ കണ്ടുപിടിക്കുക. മുകളിലേക്ക് ആളുകളെ കൊണ്ട് ഞാനിപ്പോൾ മുകളിലേക്ക് പോകും എന്നുള്ളൊരു തോന്നലുണ്ടാവുന്ന ഏരിയയിൽ ട്രൈ ചെയ്യാണ് ഞാൻ മുകളിലേക്ക്. അപ്പോൾ അതാണ് നമ്മുടെ മെത്തേഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വിഡ്രോ ചെയ്ത എമൗണ്ടാണ് 80,000 ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട് 6 ഓഗസ്റ്റിന് 4 മണിക്ക്. ഇപ്പോൾ വിഡ്രോവലിനും ആഡിങ്ങിനൊന്നും പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഡ്രോവൽ പ്രശ്നമല്ല, ആഡിങ്ങിന് പ്രശ്നമുണ്ട്, ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. പക്ഷെ ഓൾറെഡി ഉള്ള യൂസേഴ്സിനൊന്നും ഇതുവരെ ഒരു കുഴപ്പം വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പുതിയ യൂസേഴ്സിന് പുതിയ ആളുകൾക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഉള്ള യൂസേഴ്സിനൊന്നും ഒരു കുഴപ്പം ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വന്നിട്ടില്ല, പിന്നെ വേറെ ആരും പറഞ്ഞത് കേട്ടിട്ടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും എക്സ് ട്രേഡ് ചെയ്തിട്ട് എന്തെങ്കിലും മീൻസ് വിഡ്രോവലിനോ ആഡിങ്ങിനോ ട്രേഡിങ്ങിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് ചെയ്യാം. നമുക്കതിനെക്കുറിച്ചൊന്ന് ചോദിക്കുക. ആരുടെങ്കിലും മീൻസ് എക്സ് ടീമുകളോട് ചോദിക്കാവുന്നതാണ്. അഗെയിൻ താഴേക്ക് വരുന്നുണ്ടല്ലേ. വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഇതിൻ്റെ ലോ എടുക്കുമ്പോൾ ഇറങ്ങണോ അതോ ക്യാൻഡലിൻ്റെ ക്ലോസ് നോക്കിയിട്ട് ഇറങ്ങല്ലേ. അങ്ങനെ എക്സ് ട്രേഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രേഡ് പേടിച്ചിട്ട് അവരെ ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിച്ച് ട്രേഡ് ചെയ്യാത്തവരാളുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യപ്പോഴും പക്ഷേ ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ചെയ്താൽ മതി. ചെറിയ എമൗണ്ട് ഇടുക, പ്രോഫിറ്റ് വരുന്ന എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് ചെയ്യാത്രേ ഉള്ളൂ. വേറെ ഇന്ത്യയിൽ ഇതുവരെ ഇത്രയും കാലമായിട്ട് ഫോറക്സ് ട്രേഡ് ചെയ്തിട്ട് ആളുകളെ പേര് കേസ് കാര്യങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ആ ഒരു കോൺഫിഡൻസിലാണ് ചെയ്യണമെന്നുള്ളൂ. പിന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോറക്സ് ട്രേഡ് ചെയ്തിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ആളുകളെയൊക്കെ പല കേസിലും കുടുങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ ട്രേഡ് ചെയ്തവർക്ക് പ്രശ്നം വന്നതായിട്ട് കേസ് എടുക്കുക അങ്ങനത്തെ കേസ് കാര്യങ്ങളൊന്നും എൻ്റെ അറിവിലുണ്ടായിട്ടില്ല ഇതുവരെ. താഴെ കണ്ട് ഫോളോ ചെയ്താൽ നമുക്കെന്ത് ബുക്ക് ചെയ്യാമായിരുന്നു. ഒരു 70 ഡയറക്റ്റ് എത്തണം. 33-70 ഡയറക്റ്റ് ടാപ്പ് വരികയാണ്, ഞാൻ ഡയറക്റ്റ് എക്സിറ്റ് ചെയ്യും. ഞാൻ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി അതല്ല മുകളിലേക്കാണെങ്കിലും ക്യാൻഡലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണം നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. താഴേക്ക് വരത്തില്ല, നമുക്ക് എക്സിറ്റ് ചെയ്യാം. അത് നല്ലത്. കാരണം ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ലോ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് എടുത്തിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇനി അധികം നിൽക്കുന്ന ബുദ്ധിയല്ല. കാരണം ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തോണ്ടാട്ടോ ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അല്ലെങ്കിൽ കറക്റ്റായി ടാപ്പ് ചെയ്യുമ്പോൾ ഇറങ്ങിയാലും മതി. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഡയറക്റ്റ് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത്. പക്ഷേ കറക്റ്റ് ഒരു 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകണമായിരിക്കും, ഉറപ്പില്ല. ചിലപ്പോൾ താഴെ നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടും ചിലപ്പോൾ മുകളിലേക്ക് പോകാം. ഇനി 33-80 ആ റേഞ്ച് വരെ ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി വരെ മാർക്കറ്റ് മുകളിലേക്ക് പോകാനും പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ്. പക്ഷേ വേറെ ട്രേഡൊന്നും ചെയ്യില്ല. സമയം 4:30 ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓഫീസിൽ ഇറങ്ങുകയാണ്. നാളെ നോക്കാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.